മോളെ ദേ കഴിക്ക്. എന്താ മോളെ? ദേ നോക്കി. എന്തിനാ മോളെ ഒന്ന് വാശി പിടിച്ചിരിക്കുന്നെ? ഭക്ഷണം കഴിക്കണ്ടേ? ദാ മോളെ. ആ ഹലോ സഞ്ജയ്. ധ്വനിക്ക് എങ്ങനെയുണ്ടമ്മേ? അവൾക്കൊരു കുഴപ്പമില്ല. മോളെ കുറിച്ചോർത്ത് സഞ്ജയ് ടെൻഷൻ ആവണ്ട. മനസ്സിനൊരു സമാധാനമില്ലമ്മേ, അതാ ഞാൻ വിളിച്ചത്. അതിന്റെ ഒരു ആവശ്യമില്ല. മോളിപ്പോ സന്തോഷായിട്ട് ഇവിടെ തന്നെ ഉണ്ട്. ഞാനൊരു കാര്യം ആവശ്യപ്പെട്ട അമ്മയ്ക്കത് ബുദ്ധിമുട്ടാവും. എന്താ കാര്യം? അത് പിന്നെ അമ്മ, ഞാൻ പുറത്തുണ്ട്. അമ്മ ഒന്ന് പുറത്തേക്ക് വരാമോ? ഇപ്പോഴോ? പൂർണിമ ഇവിടെ ഉണ്ട്. ഇപ്പൊ ഞാൻ ഇറങ്ങി വന്നാ അവൾ അത് ശ്രദ്ധിക്കും. അമ്മയ്ക്ക് ബുദ്ധിമുട്ടാവുകയാണെങ്കിൽ വേണ്ട. കുഞ്ഞിന്റെ കാര്യം ഓർത്തിട്ട് മനസ്സനുവദിച്ചില്ല. അതാ അവൾക്കൊരു സമ്മാനമായിട്ട് വന്നത്. നിന്റെ മനസ്സ് എനിക്ക് മനസ്സിലാവും മോനെ. നീ വിഷമിക്കണ്ട, ഞാൻ വരാം. ഇത് മോൾക്ക് കൊടുക്കണം. ഞാൻ കൊടുത്തോളാം. മോൾ എന്താ ചെയ്യുന്നേ? മോള് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക. മോൻ പൊയ്ക്കോ, വേഗം പൊയ്ക്കോ. ശരി. മോളെ കുറച്ചും കൂടെ കഴിച്ചേ മോളെ. ദേ ഇനി ഇതുപോലെ വാശി പിടിച്ച് കഴിക്കാതിരുന്നാലേ അമ്മ പോയി വടി എടുത്തോണ്ട് വരും കേട്ടോ. കഴിച്ചേ. അമ്മ ഇപ്പൊ വരാം. മോൾ ഇവിടെ ഇരുന്നോ. മോളെ വാ. ദാ മോള് നോക്കേ. എല്ലാം ഭംഗിയായി കഴിഞ്ഞു. ഇനി അനർത്ഥങ്ങളൊന്നും ഉണ്ടാവില്ല. ഭഗവാന്റെ അനുഗ്രഹം മോൾക്ക് വേണ്ടുവോളം ഉണ്ടാവും. ഇനി എല്ലാവരും പ്രസാദം വാങ്ങിക്കൊള്ളൂ. പൃഥ്വി എന്താ ഇതുവരെ വരാത്തത്? ഞാൻ ഇവിടെ ഉണ്ടേ. പല്ലവി അതിങ്ങെടുക്ക്. പ്രസാദം വാങ്ങിക്കൊള്ളൂ. തിരുമേനി ദൈവങ്ങളെ. അപ്പൊ ഞാൻ ഇറങ്ങാം. ശരി, വരട്ടെ. പൃഥ്വി, നീ ഇതുവരെ എവിടെയായിരുന്നു പൃഥ്വി? ഞാൻ മുറിയിൽ ഇറങ്ങി വരാൻ ഇത്ര താമസം എന്താ? അത് പിന്നെ ചേച്ചി, ഞാൻ നിന്റെ ന്യായീകരണം ഒന്നും വേണ്ട. ഈ വീട്ടിലൊരു ചടങ്ങ് നടക്കുമ്പോ മുന്നിൽ നിൽക്കേണ്ടത് നീയാ. ചേച്ചി, ഇന്നലെ ലേറ്റ് നൈറ്റ് ആയിട്ട് പ്രധാനപ്പെട്ട ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. എത്താൻ കുറച്ച് താമസിച്ചു പോയി. ക്ഷീണം കാരണം ഉറങ്ങിപ്പോയി. ഏത് മീറ്റിംഗിലാ പൃഥ്വി പാർട്ടി ബാൻഡ് കെട്ടിത്തരുന്നു? അത് നീ എന്താ എന്നെ പറ്റിക്കാൻ നോക്കുവാണോ?
നിന്നെ എവിടെ? നിന്റെ കള്ളത്തരവും തരികിടയൊന്നും ഇനി വേണ്ട. നിന്റെ കാര്യത്തിൽ ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. പൃഥ്വിയുടെ കല്യാണം നടത്താൻ ഞാൻ തീരുമാനിച്ചു. അത് കല്യാണോ? എനിക്കിപ്പോ കല്യാണം വേണ്ട ചേച്ചി. അതിനുള്ള സമയമാകുമ്പോ ഞാൻ പറയാം. തൽക്കാലം നിന്റെ അനുവാദം എനിക്ക് ആവശ്യമില്ല. അല്ല ചേച്ചി, അത് നീ ഒന്നും പറയണ്ട. ഈ കാര്യത്തിൽ നിന്റെ അഭിപ്രായം ഇവിടെ ആരും ചോദിച്ചില്ല. അതെ, എല്ലാം എന്റെ മോളുടെ ഭാഗ്യം. ഈ കല്യാണം ഒരു തടസ്സവും ഇല്ലാതെ നടന്ന 1001 വീട് തെണ്ടിച്ച് ദേവേട്ടനെ കൊണ്ട് പളനി മല ചവിട്ടിക്കാന്ന് ഞാൻ നേർച്ച നേർന്നിട്ടുണ്ട്. അതൊക്കെ ശരിയാ. പക്ഷെ മൂത്തവളായ ദുർഗ ഇരിക്കുമ്പോ എങ്ങനെയാ ഇളയവളായ അഷിത മോളുടെ കല്യാണം നടത്തുന്നേ? ദേവേട്ടൊരു അമ്മ അത് സമ്മതിക്കോ? ഇനി അഥവാ അവർ സമ്മതിച്ചാൽ തന്നെ ആ ജയശ്രീ നമ്മുടെ കുടുംബത്തിലുണ്ടാക്കിയ മാനക്കേടിനെ പറ്റി പൂർണ്ണമയും വീട്ടുകാരും അറിഞ്ഞാ കഴിഞ്ഞില്ലേ എല്ലാം. എങ്ങനെ ഞാൻ ഈ വിവാഹം നടത്തും ഗിരിജെ? അതിനുവേണ്ടി കുടുംബത്തിനെ അപമാനത്തിന്റെ പടുകുഴിയിലേക്ക് തള്ളിയിട്ട ആ ജയശ്രീയെക്കുറിച്ചും അവളുടെ ഐശ്വര്യം കെട്ട മകളെക്കുറിച്ചും ഞാൻ പൂർണിമയിൽ നിന്നും വീട്ടുകാരിൽ നിന്നും മറച്ചുവെക്കും. അതിന് ദേവേട്ട സമ്മതിക്കോ? എത്രയൊക്കെ പറഞ്ഞാലും ദേവേട്ടന്റെ മൂത്ത മോളല്ലേ ദുർഗ. ദേവേട്ടനെ കൊണ്ട് സമ്മതിപ്പിക്കാൻ എന്താ വേണ്ടെന്ന് എനിക്ക് നന്നായിട്ടറിയാം. എന്റെ മകൾക്ക് വന്ന ഈ ഭാഗ്യം നഷ്ടപ്പെടാൻ ഞാൻ സമ്മതിക്കില്ല.